നമസ്കാരം. ലോകത്തെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ എന്നാണ് അവരുടെ ചരിത്രം തെളിയിക്കുന്നത്. പാകിസ്ഥാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലെന്തെങ്കിലും ഒരു ഉഡായിപ്പ് പരിപാടി കാണും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ആ രീതിയിൽ തന്നെയാണ് പണ്ട് മുതലേയുള്ള പാകിസ്ഥാനിലെ ഭരണാധികാരികൾ തുടർന്നു വന്നിരുന്ന അവരുടെ നയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ വേഷത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പ്രധാനമായും അവരുടെ ചില ഭൗതിക നേട്ടങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെയും ഇറാൻ്റെയൊക്കെ തന്നെ പ്രതിനിധികൾ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തിയാണ് സമാധാന ചർച്ചകൾ നടത്തിയത്. പക്ഷേ ചർച്ചകൾ ഇനിയും തീരുമാനമാകാതെ നീളുകയാണ്. പക്ഷേ അതിനിടെ പുറത്തു വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ശരിക്കും പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാൻ്റെ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു ചാരവിമാനം പാകിസ്ഥാനിലെ ഒരു വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന് ട്രാൻസ്പോർട്ട് വിമാനമാണ്, മറ്റേത് ചാരവിമാനം, നിരീക്ഷണ വിമാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചാരവിമാനം തന്നെയാണ്. C-130 ഇനത്തിൽപ്പെട്ട ഒരു വിമാനമാണ് ഇത്. ഈ വിമാനം ചാരപ്പണിക്കായിട്ടാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാൻ വല്ലാത്ത അങ്കലാപ്പിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ ഇക്കാര്യം ആദ്യം നിഷേധിക്കുകയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇക്കാര്യം സമ്മതിക്കേണ്ടി വന്നു. അതിന് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം വളരെ വിചിത്രമാണ്. ചർച്ചകൾക്കായി അമേരിക്കയുടെയും ഇറാൻ്റെയൊക്കെ പ്രതിനിധികൾ അവിടെ എത്തിയപ്പോൾ സുരക്ഷയ്ക്കായും മറ്റും അവർക്കൊപ്പം പല വിമാനങ്ങളിലായി നിരവധി ഉദ്യോഗസ്ഥന്മാരും സൈനികരും എത്തിയിരുന്നു. അത്തരത്തിൽ ഇറാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മറ്റും സഞ്ചരിച്ചിരുന്ന വിമാനമാണ് തങ്ങളുടെ ഈ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ആകട്ടെ ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. അമേരിക്കയിലെ പല പ്രമുഖരായ സെനറ്റർമാരും ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ഇറങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ ഡബിൾ റോൾ കളിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. കാരണം പാകിസ്ഥാന് ഇറാനോടൊരു പ്രത്യേക മമത ഉണ്ട് എന്ന് ഒരുപക്ഷെ ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ചർച്ചകൾ വഹിക്കുന്നതിനിടയിൽ പോലും ഇറാൻ്റെ ചാരവിമാനത്തെ തങ്ങളുടെ സൈനിക താവളത്തിൽ, അതിൽ സാധാരണ വിമാനത്താവളത്തിൽ, സിവിൽ വിമാനത്താവളത്തിലല്ല ആ വിമാനം പാർക്ക് ചെയ്തിരുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കുക, പാകിസ്ഥാൻ്റെ സൈനിക വിമാനത്താവളത്തിലാണ് ആ വിമാനം പാർക്ക് ചെയ്തിരുന്നത്. ഇതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ പ്രധാനമായും വെട്ടിലാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ, യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണാധികാരി എന്ന് തന്നെ അറിയപ്പെടുന്ന അസീം മുനീർ ഇതിന് അമേരിക്കയോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇപ്പോൾ. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനൊന്നും അവിടെ യാതൊരു തരത്തിലുമുള്ള അധികാരവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണ്. അമേരിക്ക വരെ ഒരു രാഷ്ട്രത്തലവൻ്റെ പദവിയാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പോലും അമേരിക്കയിൽ ചെന്നാൽ കിട്ടാത്ത രീതിയിലുള്ള വരവേൽപ്പാണ് ഈ അസീം മുനീറിന് അമേരിക്ക നൽകുന്നത്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കയുടെ പൂർണ്ണ വിധേയമായിട്ടാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന് നൊബേൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ട രാജ്യവും പാകിസ്ഥാനാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, അതോ ഇറാൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് രഹസ്യമായി ഈ പരിപാടികളെ മുഴുവൻ, ഈ സമാധാന പദ്ധതികളെ മുഴുവൻ അട്ടിമറിക്കാനുള്ള നീക്കമാണോ നടത്തുന്നത് എന്ന സ്വാഭാവികമായ സംശയമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. CBS എന്ന അമേരിക്കൻ വാർത്താ ഏജൻസിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമസേനാ താവളത്തിലാണ് ഈ വിമാനം പാർക്ക് ചെയ്തിരുന്നത്. ഈ നൂർഖാൻ വിമാനത്താവളത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളമായിരുന്നു നൂർഖാൻ. അത് പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയതിന് ശേഷമാണ് ഈ ഇറാനിൽ നിന്നുള്ള വിമാനത്തെ അവിടെ ഇവർ ഇറക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ നടന്ന സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസീം മുനീറിനെയും എല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ കാട്ടുന്ന ആത്മാർത്ഥതയൊക്കെ എടുത്തു കാട്ടിക്കൊണ്ടായിരുന്നു ട്രംപ് അഭിനന്ദനം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇറാൻ്റെ ചാരവിമാനം പാകിസ്ഥാൻ്റെ സൈനിക താവളത്തിൽ സൂക്ഷിച്ചിരുന്ന കാര്യം ആദ്യം നിഷേധിച്ച പാകിസ്ഥാന് പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് നിഷേധിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ പോലെയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച സർക്കാരുകളുള്ള, നരേന്ദ്രമോദിയെ പോലുള്ള ശക്തനായ ഒരു ഭരണാധികാരിയുള്ള ഇന്ത്യയെ തിരഞ്ഞെടുക്കാതെ അമേരിക്ക തങ്ങളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ജോലിക്കാരൻ്റെ വേഷത്തിൽ മാത്രം നടക്കുന്ന പാകിസ്ഥാനെ ഈ ചർച്ചകൾക്ക് വേദിയാക്കിയത് അപകടകരമായി മാറിയെന്ന് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതെല്ലാം തന്നെ അന്ന് ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ
പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നതിൽ പാശ്ചാത്യ മാധ്യമത്തിലാണ്, അമേരിക്കൻ മാധ്യമത്തിലാണ് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇതിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നത്.